ഹേ ഓൾ, എല്ലാവരും നീറ്റ് 2025 വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഏകദേശമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ജൂൺ ആവാനൊക്കെ വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടച്ചൊന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 hours ഡെയിലി സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ ഫെർട്ടിലൈസേഷൻ അതിൻ്റെ കോഡാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നത്. So without further delay, let's move on to the code. നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഇൻറ്റേർണൽ, എക്സ്റ്റേർണൽ ആൻഡ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫെർട്ടിലൈസേഷൻ. സോ ഇനി നമുക്ക് കോഡ് എന്താണെന്ന് നോക്കാം. കോഡാണ് പാപ്പ, ബാൻ, മൈ, ടെക്നോളജി. ഇനി ഇതിൽ ഓരോന്ന് എന്തിനാണ് സൂചിപ്പിക്കണമെന്ന് പറഞ്ഞിടയ്ക്ക്. സോ ഫസ്റ്റ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കോഡ് വേർഡാണ് പാപ്പ. P for porifera, A for ashhelminthus, P for platyhelminthus and A for arthropoda. ഇനി ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫെർട്ടിലൈസേഷൻ കാണിക്കേണ്ട കോഡാണ് ബാൻ, മൈ. B for both, AN for annelida and M for mollusca. ഇനി അടുത്തതാണ് എക്സ്റ്റേർണൽ ഫെർട്ടിലൈസേഷൻ. അത് ടെക് എന്ന വേർഡ് മാത്രമേ ഉള്ളൂ. T for ടീനോഫോറ. നമുക്കറിയാം സ്പെല്ലിങ് C വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ടീനോഫോറ എന്നാണല്ലോ പറയുക. സോ അങ്ങനെ ഓർത്ത്. E for echinodermata, C for coelenterata and H for hemichordata. സോ അത്രയേ ഉള്ളൂ നമ്മളെ കോഡ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് അറിയാമെന്നുണ്ടെങ്കിൽ ഡു ഷെയർ. താങ്ക് യു.